നമസ്കാരം. ഞാനിന്ന് പറയുന്നത് മലയാളത്തിലെ ടി വി സീരിയലിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. ടി വി സീരിയലിൻ്റെ അവസ്ഥയും അത് കാണുന്ന മനുഷ്യൻ്റെ അവസ്ഥയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് സത്യത്തിലേ എന്ത് തൊലിക്കട്ടി പരിപാടിയത്. ഇതെന്തോ ഇതിൻ്റെ കഥകൾ, എന്താ ഇതിൻ്റെ കഥകൾ? എന്തെങ്കിലും ഒരു കഥയുണ്ടോ? സാധാരണക്കാരൻ്റെ ഒരു കഥയുണ്ടോ? കൂലിപ്പണിക്കാരൻ്റെ കഥയുണ്ടോ? ഏ കശുവണ്ടി തൊഴിലാളികളുടെ കഥയുണ്ടോ? മത്സ്യത്തൊഴിലാളികളുടെ കഥയുണ്ടോ? കർഷകരായിട്ടുള്ളവരുടെ കഥയുണ്ടോ? സാധാരണ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ കഥയുണ്ടോ? ഒന്നുമില്ല. ഇത് സമ്പന്നരുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ. പ്രത്യേകിച്ചും തൊലി വെളുപ്പാണ് അവരുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. തൊലി വെളുപ്പുള്ളവരുടെ കഥകൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അടിച്ചേൽപ്പിച്ച് തരിക. നമുക്കൊരു താല്പര്യമില്ല ഇവരുടെ കാര്യങ്ങൾ അറിയാൻ. നമുക്കൊരു താല്പര്യമില്ല. അവർ ജീവിച്ചോട്ടെ. അതിന് നമ്മൾ ഈ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് എത്ര ശതമാനം സമ്പന്നരുടെ കഥയാണ് ഈ അടിച്ചേൽപ്പിച്ച് തരുന്നത്? ഭയങ്കര ഹൈ ലെവലിൽ താമസിക്കുന്നവരുടെ ആ ജീവിത സംഭവങ്ങൾ. ഇത് അവിടെ ഇങ്ങനെയൊക്കെ നടക്കുമോ? എല്ലാം കൊലപാതകം, അവിഹിത ഗർഭത്തിൻ്റെ കാര്യം, ആത്മഹത്യാശ്രമം, പിന്നെ അടുക്കളയിൽ നിന്നുകൊണ്ട് ഒരു 101 പവൻ്റെ സ്വർണ്ണം ഇട്ടുകൊണ്ട് ഒരു 10 സ്ത്രീകൾ വട്ടം നിന്ന് വേറൊരു പെണ്ണിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നു. അതൊരു കഥ. പിന്നെ സ്ഥിരം അമ്മായിയമ്മയും മരുമകളുടെ പോര്. ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് അവരുടെ ശ്രമം. പിന്നെ ഏതൊരു പ്രശ്നം വന്നാലും അതിന് പരിഹാരം വലിയ ദുർമന്ത്രവാദങ്ങൾ, പൂജയും യാഗങ്ങളുമൊക്കെ നടത്തി ഒരു അന്ധവിശ്വാസത്തിലേക്ക് കുടുംബങ്ങളിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള കഥകളെല്ലാം. സമൂഹത്തിന് നന്മയുള്ള ഒരു സന്ദേശവും ഈ സാധനം കൊടുക്കുന്നില്ല. നമ്മൾ ആലോചിക്കണം. ഒരു വീട്ടിൽ ഒരാൾ വിചാരിച്ചാൽ മതി, നമ്മുടെ ഒരു സംസ്കാരം തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് ഈ സീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഏതെങ്കിലും വീട്ടുകളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ? എല്ലാം കൊട്ടേഷൻ പരിപാടിയാണ്. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും കൂലി കൂട്ടി ചോദിക്കുന്ന ആർട്ടിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്നവർക്ക് അവർ പിന്നെ പിറ്റേന്ന് ഭിത്തിയിലൊരു പടമായിട്ടിരിക്കും, ആക്സിഡൻറ്റ് മരിച്ചതായിട്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര വേദന. ഇവർ വിചാരിക്കും ഇതൊക്കെ എവിടെയോ നടക്കുന്ന സംഭവമാണെന്ന്. അവരിതൊക്കെ കണ്ടു. നമ്മളിപ്പം ജോലി കഴിഞ്ഞ് വരിക, വീട്ടിലോട്ട് ജോലി കഴിഞ്ഞ് വരുമ്പം എന്തെങ്കിലും ഒരു മനസ്സമാധാനമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. വീട്ടിനകത്തോട്ട് കയറി വരുമ്പോൾ മൊത്തത്തിലങ്ങ് നെഗറ്റീവ് എനർജിയാണ്. അവിഹിത ഗർഭം, കൊലപാതകം, ആത്മഹത്യാശ്രമം, മൊത്തം പ്രശ്നങ്ങളാണ്. അമ്മായിയമ്മയും മരുമകളോട്ടുള്ള അടി, അത് ഭയങ്കര ബീജിയൊക്കെ ഇട്ട് അടിച്ച് പൊട്ടിച്ച് നിസ്സാരമായ കാര്യത്തിനൊക്കെ ഭയങ്കര ബാഹുബലിയിലെ വരെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിച്ചു മാറ്റിയിട്ടാണ്. അടുക്കളയിൽ നിന്ന് കഥ പറയുന്നതിന് ബാഹുബലിയിലെയും AR റഹ്മാനിലെയും വരെ മ്യൂസിക് ഇട്ട് കൊടുക്കും. പിന്നെ ഇപ്പോൾ സിനിമയിലെ പാട്ട് വരെ അടിച്ചു മാറ്റി അതുപോലെ മഞ്ഞക്കല്യാണവും പച്ചക്കല്യാണമൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ലക്ഷ്യമാക്കി അവരോട് കാണാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവരായിരിക്കും സിനിമ സ്റ്റൈലായിരിക്കും. മഞ്ഞക്കല്യാണമൊക്കെ കണ്ട് വന്ന് ആകർഷിച്ച് ഇതൊക്കെ കണ്ട് വന്നിരിക്കുമ്പോൾ വീണ്ടും പഴയ അവസ്ഥ തന്നെ. വീണ്ടും അമ്മായിയമ്മയും മരുമകളുടെ ഉള്ള അടി തന്നെ. ആദ്യമൊന്ന് ഭയങ്കര സ്പീഡപ്പ്, പരസ്യത്തിനകത്തൊക്കെ ഭയങ്കര സ്പീഡായിരിക്കും. ഒരു സിനിമ തുടങ്ങുന്ന പോലുള്ള പരസ്യമായിരിക്കും ആദ്യം കൊടുക്കുന്നത്. ഒരു സീരിയൽ ആദ്യം തുടങ്ങാൻ നേരത്ത് പരസ്യം കൊടുക്കുമല്ലോ.
അപ്പോൾ അതിൻ്റെ വലിയൊരു സിനിമ റിലീസാകാൻ പോകുന്ന പോലുള്ള പരസ്യങ്ങളായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ സംഭവം ഒന്ന് തുടങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ഇല്ല പഴയ ഗതിയാണ്. അമ്മായിയമ്മയും മരുമകളോട്ടുള്ള പ്രശ്നം തന്നെ. ആത്യന്തികമായുള്ളൊരു കണ്ടൻറ് അതാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല. പിന്നെ ഉള്ള കുറച്ച് പിന്നെ മൊത്തം അങ്ങ് ഫയലുകളാണ്, ഡിസ്കഷനുകളും ഓഫീസിലെ കാര്യങ്ങളും. എല്ലാവർക്കും ഓഫീസ് വർക്കാണ്. അതാ പറഞ്ഞ സാധാരണക്കാർ നമ്മളെല്ലാവരും ഓഫീസ് ജോലി ജീവിക്കുന്നവരാണല്ലോ. ഈ കൂലിപ്പണി ചെയ്തിട്ട് വന്നിരുന്ന് സ്ത്രീകളായാലും കുറച്ച് ചുരുക്കം ചില പുരുഷന്മാരിത് കാണുന്നുണ്ട്. അവർ വന്നിരുന്ന് എന്നാൽ അവർക്കൊന്ന് ചിന്തിക്കുക, നമ്മളെക്കുറിച്ച് ഉള്ളവരെ ഒന്നും ഒരു കഥയില്ല ഇതിനകത്ത്. സിനിമയാകുമ്പോൾ അതിനകത്ത് എല്ലാ മേഖലയുള്ളവരും അതിനകത്ത് വരും. നമുക്ക് അങ്ങനെ സമാധാനിക്കുക. 2.5 മണിക്കൂർ കൊണ്ട് അതങ്ങ് തീരുമല്ലേ. ഇത് ഒരാൾ പ്രസവിക്കണമെങ്കിൽ തന്നെ ഒരു 5 വർഷം എടുക്കും. അത്രയും നാളത് നീട്ടിക്കൊണ്ട് പോകും. പിന്നെ സത്യത്തിൽ ഇതൊക്കെ എല്ലാവരും പരസ്പരം ഇങ്ങനെ കളിയാക്കി പറയാതെ അവനവൻ്റെ വീട്ടിൽ ഒരാൾ വിചാരിച്ചാൽ മതി, എല്ലാ പ്രശ്നവും മാറും. ആ സമയം കൊണ്ട് ആ കുട്ടികളുടെയൊക്കെ എത്രയോ പിന്നെ പാട്ട്, മ്യൂസിക്കൽ ഷോ ഉണ്ട്, റിയാലിറ്റി ഷോ, അല്ലെങ്കിൽ കോമഡി പരിപാടികളുണ്ട്, ന്യൂസുകൾ കാണാറില്ല. ഇതൊക്കെ കാണാതിരുന്ന മനുഷ്യന് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന സ്ത്രീകൾ അവർ കൂടുതലും അങ്ങ് അഡിക്റ്റ് ആവുക. പുറത്തുള്ള നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്കറിയത്തില്ല. സമൂഹത്തിൽ നടക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കാര്യങ്ങളും അവർക്കറിയത്തില്ല. സമൂഹത്തോട് ഒരു കടപ്പാടുമില്ല അവർക്ക്. എല്ലാവർക്കും അല്ല, ഇത് തലയിലോട്ട് പിടിച്ച് കയറ്റാത്തതുണ്ട്. പക്ഷേ ഏറെക്കുറെ എല്ലാവരും അങ്ങ് അടിമയാവുന്ന അവസ്ഥയാണ്. സത്യത്തിൽ വല്ലാത്തൊരു തൊലിക്കട്ടി പരിപാടി തന്നെ ഇത്. എല്ലാവരും സീരിയലിനെ കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യണം. ബൈ.